എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇന്നലെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും PM കിസാൻ 2000 രൂപ കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. കർഷകർക്ക് പ്രയോജനകരമാകുന്ന പുതിയൊരു പദ്ധതി കൂടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പുതിയ പദ്ധതി അറിയപ്പെടുന്നത്. രാജ്യത്തെ 100 കർഷക ജില്ലകളെ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് 24,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നീക്കിവച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഒട്ടാകെയുള്ള 1.7 കോടി കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. 6 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് പ്രധാനമായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായിട്ട് പണം നീക്കിവെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാർഷിക രംഗത്തെ പ്രധാന 100 ജില്ലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും സുരക്ഷിത കൃഷി വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നത്. രാജ്യത്തെ വിളവ് കുറഞ്ഞ കർഷക ജില്ലകളടക്കം ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ സംസ്ഥാനത്തും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുവാനായിട്ടാണ് ജില്ലാ സംസ്ഥാന ദേശീയതല വിദഗ്ധ സമിതി രൂപീകരിച്ച് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട വരുമാനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കുവാനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.